ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മുടെ തമ്പനയിൽ കാണുന്ന പോലെ തന്നെ നമ്മളിന്നൊരു നാടൻ മാങ്ങാക്കറിയുടെ ഒരു പ്രിപ്പറേഷനാണ് ഈ വീഡിയോയിൽ. ഈ മാങ്ങാക്കറീനെ പല നാട്ടിൽ പല പേരിലാണ് കേട്ടോ വിളിക്കണം. മഞ്ഞക്കറി എന്ന് വിളിക്കും, തേങ്ങാരച്ച കറി എന്ന് വിളിക്കും. നമുക്കിപ്പോൾ നാടൻ മാങ്ങാക്കറി എന്ന് വിളിക്കാം. കാര്യം ഇതിൻ്റെ ഗെയിം ചേഞ്ചർ മാങ്ങ തന്നെയാണ്. നമ്മളിവിടെ വേറെ തക്കാളിയൊക്കെ ഇട്ട് തക്കാളി കറി എന്നൊക്കെ വിളിക്കും കേട്ടോ. ഇത് നമ്മൾ വേറെ തക്കാളി ഒന്നും ആഡ് ചെയ്യുന്നില്ല. നമ്മൾ മാങ്ങ വെച്ച് തന്നെയാണ് കറി ഉണ്ടാക്കണേ. അപ്പം നമുക്കിതിൻ്റെ പ്രിപ്പറേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. നമ്മളിവിടെ കുറച്ച് നല്ല പച്ച മാങ്ങയല്ല എടുത്തിരിക്കുന്നത്, കുറച്ച് ചെനച്ച മാങ്ങയാണ്. ഒരു വലിയ മാങ്ങയാണ് ഉണ്ടാവും. വലിയ മാങ്ങ ഈ ഒരു സൈസിൽ കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. തൊലിയൊക്കെ അത്യാവശ്യം കളഞ്ഞ്, ഫുള്ള് കളഞ്ഞിട്ടൊന്നുമില്ല, അത്യാവശ്യം ആ ഒരു കനം, ആ തൊലിയുടെ ആ ഒരു കനം കളയണ രീതിയിൽ കുറച്ചൊന്ന് ചെത്തി പിന്നെ നമ്മൾ ഈ ഒരു സൈസിൽ അരിഞ്ഞു വെച്ചിരിക്കണം. നമ്മുടെ സൈസ് കൂടുതലും വലുതാക്കാതിരിക്കാൻ നല്ലത്. കാര്യം നമ്മളിത് വേവിക്കുമെങ്കിലും കുറച്ച് പീസ് പോലെയൊക്കെ കിടക്കും. അപ്പോൾ വലുതായിട്ട് കിടക്കണ്ട, ചെറിയ ചെറിയ പീസായിട്ട് കിടക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഞാനിവിടെ മാങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്കിനിയും മാങ്ങയുടെ ടേസ്റ്റ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ മാങ്ങയുടെ സൈസും മാങ്ങ എടുത്തിരിക്കുന്ന വേറെ മാങ്ങ എടുക്കാം. 2-3 മാങ്ങ ആഡ് ചെയ്യാം. ഞാനിതിലേക്ക് കുറച്ച് വെള്ളം ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പച്ചമുളക് ആഡ് ചെയ്യാം. കാര്യം നമ്മളിവിടെ മുളക് പൊടി കൂടുതൽ ചേർക്കില്ല. കാര്യം നമ്മുടെ മഞ്ഞ കളറിലിരിക്കണം നമ്മുടെ ഈ മാങ്ങാക്കറി. അതാണ് ഇപ്പോൾ നമ്മുടെ ഒരു ഹൈലൈറ്റ് ഈ കറിയുടെ. അതുകൊണ്ട് നമ്മൾ മുളക് പൊടി ചേർക്കില്ല. ചേർക്കും അത്യാവശ്യം കുറച്ചും കൂടി എരിവ് നിൽക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ മഞ്ഞ കളറിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മുളക് പൊടി കുറക്കും. അപ്പം നമ്മൾ നല്ല നാടൻ പച്ചമുളകായിരിക്കും ആഡ് ചെയ്യുക. അപ്പം നല്ല നാടൻ പച്ചമുളക്, നമ്മുടെ വീട്ടിലുണ്ടാക്കിയ പച്ചമുളക് ആയതുകൊണ്ട് തന്നെ ഒരെണ്ണ ഇട്ടാൽ തന്നെ നല്ല എരിവായിരിക്കും. അത് തന്നെ ധാരാളം. അപ്പോൾ ഇവിടെ ഞാൻ 3 വലിയ പച്ചമുളക് എടുത്തിട്ടുണ്ട്. അത് പകുതിയാക്കി നീളത്തിൽ അരിഞ്ഞാണ് നമ്മുടെ ഈ മാങ്ങ ഇട്ടിരിക്കുന്ന വെള്ളത്തിലേക്ക് ഇടുക. ഇത് നമ്മൾ വേവിക്കുമ്പോൾ മാങ്ങയും ഈ പച്ചമുളകും കൂടി വേവിക്കാൻ കാര്യം എരിവ് പിടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നല്ല മാങ്ങയിൽ. ഇനി നമുക്കിതിലേക്ക് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യാം. മഞ്ഞൾപ്പൊടി ഇത്തിരി കൂടുതൽ, അത്യാവശ്യം കൂടുതൽ നിൽക്കട്ടെ, കാര്യം നല്ല മഞ്ഞ കളർ വേണമല്ലോ. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് നമ്മൾ എടുത്തിരിക്കുന്ന മാങ്ങയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും ആഡ് ചെയ്യാം. ഇത്രയും സാധനങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ വേവിക്കാൻ പോണത്. എന്തൊക്കെ? മാങ്ങ, പച്ചമുളക്, അതിലേക്ക് മഞ്ഞൾപ്പൊടി, ഉപ്പ്, വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇങ്ങനെയാണ് നമ്മൾ വേവിച്ചെടുക്കാൻ പോകുന്നത്. വേവിക്കാനായിട്ട് അത്ര ടൈമൊന്നും നമ്മൾ എടുക്കില്ല. ഒരു നന്നായിട്ട് വെന്ത് കുഴഞ്ഞു പോവരുത്. മാങ്ങയുടെ ഈ പീസായിട്ട് തന്നെ നിൽക്കുക. എന്നിട്ട് നമ്മളൊന്ന് ആ ഒരു കട്ടി മാറുക, മാങ്ങയുടെ ആ ഒരു കട്ടി മാറുക. ആ ഒരു ഗ്രേവിയിലേക്ക് നന്നായിട്ട് മാങ്ങയുടെ മഞ്ഞൾപ്പൊടിയുടെ ഒക്കെ ടേസ്റ്റ് കിട്ടാം. മാങ്ങയിലേക്ക് പച്ചമുളകിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് പിടിക്കുക. അതാണ് നമ്മുടെ ഉദ്ദേശം. അപ്പം ഇപ്പം നമ്മൾ സ്റ്റവിൽ വെച്ചിട്ടുണ്ട്. നമുക്ക് നന്നായിട്ട് വേവിച്ചെടുക്കണം. വേവിച്ചെടുക്കുമ്പോൾ ഹൈ ഫ്ലെയിമിൽ തന്നെ ഇടുക. എന്നിട്ട് പെട്ടെന്ന് ഓഫ് ചെയ്താൽ മതി. കുറച്ച് കഴിയുമ്പോൾ തന്നെ ആ വെള്ളത്തിൽ ഇരുന്ന് തന്നെ നന്നായിട്ട് വേവണ വരെ കാത്തു നിൽക്കേണ്ട. നമുക്ക് കുറച്ച് നേരം കഴിയുമ്പോൾ തന്നെ അത് ഓഫ് ചെയ്യാം. നമുക്കിതിലേക്ക് പച്ചമുളക്, ഞാനിപ്പോൾ ചെറുതായിട്ട് ലോ ഫ്ലെയിമിലാണ് ഇപ്പോൾ ഇട്ടിരിക്കുന്നത്. നമുക്ക് വേപ്പില ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിത് വേവിച്ചെടുക്കണം. വേവിച്ചെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കാം. നന്നായിട്ട് കുറേ നേരം നമ്മൾ സ്റ്റൗവിൽ വെച്ചാൽ ഇത്രയും സാധനങ്ങൾ കുഴമ്പ് പോലെ ആയിപ്പോവും. അങ്ങനെ ആയി പോവരുത്. അപ്പോൾ നമുക്ക് മൂടി വെച്ച് കുറച്ച് നേരം അത് വേവിച്ച് വയ്ക്കാം. ആ സമയത്ത് നമ്മൾ കുറച്ച് തേങ്ങ ചിരവി വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ചുമന്ന ഉള്ളിയുണ്ട്. പിന്നെ കുറച്ച് ജീരകമുണ്ട്. ഇത് നമുക്ക് ഇനി ആ കറിയിലേക്ക് ഇടേണ്ട പേസ്റ്റ് തയ്യാറാക്കാനുള്ള സാധനങ്ങളാണ്. 2 അല്ലി വെളുത്തുള്ളി കൂടുതൽ വേണമെന്നുള്ളവർ വെളുത്തുള്ളി വളരെ നല്ലതാണ്. ഇങ്ങനത്തെ ചാറ് കറിക്കൊക്കെ കൂടുതലിരിക്കാൻ നല്ല ടേസ്റ്റാണ്. നിങ്ങൾക്ക് വെളുത്തുള്ളി വേറെ കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർക്കാം കേട്ടോ. പിന്നെ കുറച്ച്, ഞാൻ പറഞ്ഞില്ലേ, കുറച്ച് എരിവ് കൂടി നിൽക്കണമെങ്കിൽ നമ്മൾ ചെറുതായിട്ട്, വളരെ കുറവ് വേണ്ടെങ്കിൽ അത് ഉപയോഗിക്കുക വേണ്ട. ഇവിടെ ഞാൻ ചെറുതായിട്ട് എടുത്തിട്ടുണ്ട് മുളക് പൊടി. നമുക്ക് ഇത്രയും സാധനങ്ങൾ കൂടി മിക്സിയിലിട്ട് അടിച്ചെടുക്കുക. എന്തൊക്കെയാണ്? തേങ്ങ, ജീരകം, ചുവന്ന ഉള്ളി, വെളുത്തുള്ളി, പിന്നെ കുറച്ച് മുളക് പൊടി വളരെ കുറച്ച് മതി. അത് നിർബന്ധമില്ലാത്തൊരു സംഭവമാണ്. നമുക്ക് അത്ര എരിവ് ഇത്തിരി കൂടി നിൽക്കണമെന്നുണ്ടെങ്കിൽ മാത്രം യൂസ് ചെയ്യാം, അല്ലെങ്കിൽ മുളക് പൊടി ഉപേക്ഷിക്കാം. മുളക് പൊടി വേണ്ട. ഇനി നമുക്കിത് അരച്ചെടുക്കാം. നന്നായിട്ട് അരഞ്ഞ് കിട്ടണം കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മുടെ നല്ല പേസ്റ്റ് പോലെ അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഈ മീൻ കറിക്കൊക്കെ തേങ്ങ അരക്കില്ല, അതുപോലെ നല്ല ക്രീമി ആയിട്ട് കിട്ടണം, ഒട്ടും കട്ടി പാടില്ല. അപ്പോൾ നമുക്ക് നന്നായിട്ട് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഈ തേങ്ങ നന്നായിട്ട് അരഞ്ഞില്ലെങ്കിലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മളിത് ഗ്രേവി പോലത്തെ കറി ആയതുകൊണ്ടിട്ട് തേങ്ങ അരഞ്ഞില്ലെങ്കിൽ ഒരു സുഖം ഉണ്ടാവില്ല. പിടിക്കുമ്പോൾ തന്നെ തേങ്ങയുടെ ആ ഒരു അരപ്പ് കിട്ടും.
ഇതങ്ങനെ ആവരുത്. നമ്മൾ നല്ല നാടൻ മീൻകറിക്കൊക്കെ ഉണ്ടാക്കില്ല, അതുപോലെ അരച്ച് വേണം എടുക്കാൻ. അപ്പോൾ ഇതവിടെ നിൽക്കട്ടെ. നമ്മുടെ മാങ്ങ ഇപ്പോൾ വെന്തിട്ടുണ്ട്. ഈ ടൈം, ഈ ഒരു വേവ് ആകുമ്പോഴത്തേക്കും നമുക്ക് ഗ്യാസ് സ്റ്റവ് ഓഫ് ചെയ്യാം. കാര്യം ഇനിയും കൂടുതൽ വെന്താൽ നമുക്കത് കുഴമ്പ് പരുവത്തിലായി പോകും. ഇപ്പോൾ ഒരുമാതിരി നമ്മുടെ പച്ചമുളകൊക്കെ ഒന്ന് വാടി കിട്ടിയിട്ടുണ്ട്. അതായത് പച്ചമുളകിൻ്റെ എരിവെല്ലാം ആ ഒരു വെള്ളത്തിലുണ്ട്. ഇപ്പോൾ നന്നായിട്ട് വാടി കിട്ടിയിട്ടുണ്ട്. മാങ്ങയൊക്കെ കണ്ടില്ലേ? ഈ ഒരു വേവിൽ നമ്മൾ എന്തായാലും ഓഫ് ചെയ്യുക. ഇപ്പോൾ തിളച്ചുകൊണ്ടിരിക്കുകയാണ്, ഗ്യാസ് ഓഫ് ചെയ്ത് വെച്ചിട്ടും. അപ്പോൾ നമ്മളിപ്പോൾ ഗ്യാസ് ഓഫ് ചെയ്താലും അത് വെന്തുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മൾ കുഴമ്പ് പരുവത്തിലായി പോകരുത്. ഇനി നമ്മൾ നേരത്തെ അരച്ച് വെച്ച തേങ്ങയുടെ അരപ്പുണ്ടല്ലോ, നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം എന്ന് പറഞ്ഞില്ല, ആ അരപ്പ് നമുക്ക് ആ മാങ്ങയിലേക്ക് ചേർക്കണം. അരക്കുമ്പോൾ നന്നായിട്ട് അരക്കാൻ ശ്രദ്ധിക്കാം. നമ്മൾ പണ്ടത്തെ കല്ലിലൊക്കെ അരയ്ക്കുന്നതാണെങ്കിൽ നന്നായിരിക്കും. മിക്സിയിലൊക്കെ നന്നായിട്ട് കുറച്ച് ടൈം എടുക്കും നന്നായിട്ട് അരച്ച് കിട്ടിയിട്ട് മാത്രം നമ്മുടെ കറിയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആ അരപ്പിൽ നമ്മൾ ജീരകമൊക്കെ ആഡ് ചെയ്ത് കൊണ്ടിട്ട് നല്ല സ്മെല്ലുണ്ട്. ഇത് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. തേങ്ങയുടെ ആ ഒരു അരപ്പ് വേറെ, നമ്മുടെ മാങ്ങ വേറെ അങ്ങനെ കിടക്കരുത്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ നന്നായിട്ട് അനക്കി കൊടുക്കാൻ പറയാം. ഇപ്പോൾ അഥവാ നിങ്ങൾ മാങ്ങ വേവിച്ചപ്പോൾ മാങ്ങ കുറച്ച് വേവ് കൂടിപ്പോയി കുഴഞ്ഞു പോയെങ്കിൽ നമ്മൾ ഈ ഇളക്കൂല, ഇപ്പോൾ ഇളക്കണ സമയത്ത് പയ്യെ ഇളക്കാൻ ശ്രമിക്കുക. ഇവിടെ നമ്മളിപ്പോൾ വെച്ചിരിക്കുന്ന മാങ്ങ കറക്റ്റ് അളവിലാണ് വെന്തേക്കണം. അപ്പോൾ നമ്മളങ്ങനെ സൂക്ഷിക്കേണ്ട ആവശ്യമില്ല, നമുക്ക് നന്നായിട്ട് തന്നെ ഇളക്കാം. ഈ ടൈമിൽ നമ്മൾ ഈ അരപ്പ് നമ്മുടെ മാങ്ങയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്ന ടൈമിൽ തിളപ്പിക്കണ്ട. നമുക്ക് ഈ അരപ്പ് തിളച്ചെടുക്കണ്ട. ആ അരപ്പിൻ്റെ ഒരു പച്ചമണം മാറി കിട്ടണ വരെ നമുക്കൊന്ന് ചൂടായെടുത്താൽ മതി. തിളച്ച് കഴിയുമ്പോൾ തന്നെ നമുക്ക് തിളപ്പിക്കാൻ പാടില്ല. നമ്മൾ തേങ്ങ അരച്ച് ഇങ്ങനെ ചേർക്കാൻ നേരത്ത് നമ്മൾ തിളപ്പിക്കാതിരിക്കായിരിക്കും നല്ലത്. നമ്മുടെ മാങ്ങയുടെ മാങ്ങ മുളകിട്ട് നമ്മൾ വേവിച്ചില്ലേ, അതിൻ്റെ ആ ഒരു മണവും ടേസ്റ്റൊക്കെ നമ്മുടെ ഇതിൽ പിടിക്കണം. അത്രയും നേരം നമ്മളൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം, തിളപ്പിക്കാതെ. അതാണ് നിർത്താതെ ഇളക്കിക്കൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ. അതിനർത്ഥം നമ്മൾ തിളക്കിൽ വരരുത്. ഈ ചാറിൽ നമ്മൾ ലോ ഫ്ലെയിമിൽ അല്ലെങ്കിൽ മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ട് കുറച്ച് നേരം ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്തിട്ട് നമുക്കത് ഓഫ് ചെയ്ത് വെക്കാം. ഇനി നമ്മളിപ്പോൾ ഗ്യാസ് സ്റ്റവ് അവിടെ ഓഫ് ചെയ്തിട്ടോ, ഇവിടെ നമ്മൾ വേറൊരു പാനിൽ നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനിയാണ് നമ്മൾ താളിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യണം. വെളിച്ചെണ്ണ ചൂടാവുമ്പോൾ തന്നെ നമുക്ക് ഇപ്പോൾ നമ്മൾ 2 ഉലുവ ഇട്ട് നോക്കി ചൂടായിട്ടുണ്ടോ എന്ന്. അപ്പോൾ ചൂടായിട്ട് വരുന്നുണ്ട്. കുറച്ച് ഒരു 1 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉലുവ ആൻഡ് കടുകാണ് നമ്മൾ താളിക്കുമ്പോൾ സ്പെഷ്യലായിട്ട് ചേർത്ത് കൊടുക്കാം. നമുക്ക് ഉലുവ ഒന്ന് പൊട്ടി കഴിയുമ്പോഴത്തേക്കും അടുത്തത് കടുക് ഇട്ട് കൊടുക്കാം. ഇപ്പം നമ്മളവിടെ ഗ്യാസ് ഓഫ് ചെയ്തിരിക്കുകയാണ്. നമുക്ക് ഇനി ഈ താളിക്കലും കൂടി കഴിഞ്ഞാൽ നമ്മുടെ നാടൻ മാങ്ങക്കറി റെഡിയായി. ഇപ്പോൾ ഉലുവ പൊട്ടിക്കൊണ്ടിരിക്കുകയാണ്. എണ്ണ നല്ല ചൂടായിട്ടാട്ടോ നമ്മൾ ഉലുവ ഇട്ടത്. ഉലുവ ഇത്തിരി കൂടുതലുള്ളത് കൊണ്ട് പൊട്ടിത്തീരാൻ കുറച്ച് ടൈം എടുക്കണം എന്നുള്ളൂ. ഉലുവ പൊട്ടി തീർന്ന ഉടനെ നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഉലുവയും കടുകുമാണ് നമ്മൾ താളിക്കുമ്പോൾ ഇടണമെങ്കിൽ ഉലുവ കഴിഞ്ഞിട്ട് കടുക് ഇടാൻ ശ്രമിക്കാം. ഇനി നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുകും കൂടി പൊട്ടിത്തീരുമ്പോൾ നമുക്ക് അടുത്ത ചേരുവ, നമ്മൾ അടുത്ത ഇൻഗ്രീഡിയൻ്റ് ഏതാണോ നമ്മൾ താളിക്കാനിടുന്ന ആ ഇൻഗ്രീഡിയൻ്റ് നമുക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് പൊട്ടിത്തീരട്ടെ. എണ്ണ നല്ല തിളച്ച് നിൽക്കുമായിരുന്നു, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ കടുകും ഉലുവയും പൊട്ടിത്തീർന്നു. ഇപ്പം നമ്മുടെ കടുകൊക്കെ ഒരുമാതിരി പൊട്ടിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ഇതിലേക്ക് നമുക്ക് 1 സ്പൂൺ സവാള ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് നമുക്ക് എടുത്തു കൊടുക്കാം. നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരുന്ന സവാളയാണ്. എന്നിട്ട് നമുക്ക് സവാള നന്നായിട്ട് നമ്മൾ താളിക്കുമ്പോൾ നന്നായിട്ട് വെറുതെ വാടി കിട്ടിയാൽ പോരെ, സവാള നമുക്ക് നന്നായിട്ട് മുരിഞ്ഞ് കിട്ടണം. എന്നാലല്ലോ ആ ടേസ്റ്റ്, ആ താളിക്കലിൻ്റെ ആ ടേസ്റ്റും മണമൊക്കെ കിട്ടുള്ളൂ. നന്നായിട്ട് മുരിഞ്ഞ് കിട്ടണം, വെറുതെ വാടി കിട്ടിയാൽ പോരെ. അതാണ് നമ്മൾ താളിക്കുമ്പോൾ എപ്പോഴും സവാള കുറച്ചും കൂടി, നമ്മൾ ഈ വേറെയുള്ള കാര്യത്തിന് വേറെ ഉണ്ടാക്കാനായിട്ട് സവാള എടുക്കുന്നതിലും നന്നായിട്ട് ചെറുതായിട്ട് വേണം. നമ്മൾ താളിക്കാനായിട്ടുള്ള സവാളയൊക്കെ എടുക്കുമ്പോൾ ചെറുതായിട്ട് വേണം. ഈ താളിക്കുമ്പോൾ നമുക്ക് സവാള തന്നെ ചേർക്കണമെന്നില്ല, നമുക്ക് വേണമെങ്കിൽ ഉള്ളി ചേർക്കാം. ചുവന്ന ഉള്ളി ചേർക്കാവുന്നതാണ് കേട്ടോ. ഇത് രണ്ടും കോംപ്ലിമെൻ്ററി ആണ്. ഈ സവാള ഇല്ലെങ്കിൽ നമുക്ക് ഉള്ളിയാണെങ്കിലും ചേർക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ കൂടെ നമ്മൾ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. കാര്യം നമ്മൾ നേരത്തെ മഞ്ഞൾപ്പൊടി നമ്മൾ മാങ്ങ വേവിച്ചപ്പോൾ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തായിരുന്നു. 2-3 കഷ്ണം കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നമ്മൾ താളിച്ചിടാനുള്ള സവാള മുരിയിച്ചെടുക്കണം. നമുക്ക്
ലാസ്റ്റ് നമ്മളവിടെ തേങ്ങ അരച്ച് മാങ്ങയൊക്കെ ഇട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതിൽ ഇതിനാണ് ടേസ്റ്റ്. ഈ താളിക്കുന്ന സംഭവമാണ് നമ്മൾ ടേസ്റ്റ് കൂട്ടുന്നത്. നമ്മുടെ കറിക്ക് ടേസ്റ്റ് കൂട്ടുന്ന ഒരു പ്രോസസ്സാണ് നമ്മൾ താളിക്കല്, തേങ്ങ അരച്ച കറി. ഇനി നമുക്ക് നേരത്തെ മാറ്റി വെച്ച മാങ്ങയുടെ മിക്സിലേക്ക് നമ്മൾ തേങ്ങ അരപ്പിട്ടില്ലേ, അതിലേക്ക് നമുക്ക് ഈ താളിച്ച് നമ്മൾ ഈ സവാള മുളക് പൊടിയിൽ താളിച്ച് നമുക്ക് ഇട്ട് കൊടുക്കാം. സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് മണം അറിയാൻ പറ്റില്ല, ഇവിടെ നല്ല മണമാണ്. നമ്മുടെ തേങ്ങ അരപ്പിലേക്ക് ആ താളിച്ച ആ ചൂട് എണ്ണ ഇട്ടപ്പോൾ നല്ല സ്മെല്ലുണ്ട്. എന്നിട്ട് നമുക്ക് പതുക്കെ ഇത് ഇളക്കി കൊടുക്കണം. ഇത്രയേ ഉള്ളൂ, നമ്മുടെ നാടൻ മാങ്ങാക്കറി ഇവിടെ റെഡി ആയിരിക്കും. നല്ല നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ നാടൻ മാങ്ങാക്കറി ഉണ്ടാക്കിയിരിക്കണേ. സൂപ്പർ. നമ്മുടെ കളറൊക്കെ ഇപ്പോഴും നമ്മൾ ആ കുറച്ച് മുളക് പൊടി ചേർത്തത് കൊണ്ടിട്ടാണ് ഇപ്പോൾ കുറച്ച് നമ്മൾ താളിക്കണതിനും കുറച്ച് മുളക് പൊടി ചേർത്തായിരുന്നല്ലോ, പിന്നെ നേരത്തെ നമ്മൾ മുളക് പൊടി ചേർത്തു, അതുകൊണ്ടിട്ടാണ് ഈ ഒരു കളർ. അല്ലെങ്കിൽ നല്ല മഞ്ഞ കളർ. എനിക്ക് പൊതുവേ താളിക്കാതെ കഴിക്കുന്നതും ഇഷ്ടമാണ് കേട്ടോ. കാര്യം മഞ്ഞ കളറിലെ മാങ്ങാക്കറി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ മാങ്ങാക്കറി ഇത്ര സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പി എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ എല്ലാവരുടെയും വീട്ടിലെ കിച്ചണിൽ ഉണ്ടാവണ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് ഈ മാങ്ങാക്കറി ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.